ഇന്നും ഒരേ ബ്രെഡ് ഓംലേറ്റ് കഴിച്ച് മടുത്തെങ്കിൽ ഒരു വെറൈറ്റി പിടിച്ചാലോ? ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് വെളുത്തുള്ളി സവാള നന്നായി വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി സവാള നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചതച്ചത്, ഉപ്പ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ഒരു തക്കാളി അരച്ച് ചേർക്കുക. തക്കാളി ചേർത്ത് നന്നായി വഴറ്റി വെള്ളം വറ്റിച്ചെടുക്കുക. അതിനുശേഷം മിക്സിയിൽ അരച്ച് നന്നായി പേസ്റ്റാക്കി എടുക്കുക. ഇത് കഴിഞ്ഞ് കൂട്ടത്തിൽ കാണാൻ കൊള്ളാവുന്ന 2 ബ്രെഡ് എടുത്ത് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് 2 സൈഡും ക്രിസ്പി ആവുന്നവരെ ടോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അടുത്തത് എഗ്ഗ് ഫ്രൈ ചെയ്യാനായിട്ട് വീണ്ടും നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടറോ വെളിച്ചെണ്ണ എന്തെങ്കിലും തടവി കൊടുത്ത് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ബുൾസൈ ആയിട്ടോ ഹാഫ് ബോയിലായിട്ടോ അല്ലെങ്കിൽ നല്ല കുക്കായിട്ടോ എഗ്ഗ് വേവിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു മൂലക്കായിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് നല്ലൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എടുത്ത് വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് അതിൻ്റെ മുകളിൽ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തിക്കായിട്ടോ അല്ലെങ്കിൽ തിന്നായിട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത എഗ്ഗ് കൂടെ വെച്ച് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി വിതറി കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റി ഈസി ആയിട്ടുള്ള പക്ഷെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ ഫുഡാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ മറ്റുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക.